ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് രജനീകാന്ത് ദ വൺ സൂപ്പർ സ്റ്റാറിൻ്റെ 50 വർഷം തികയുന്നതിൻ്റെ ആഘോഷമായിട്ട് ഇന്ന് തന്നെയാണ് ലോകേഷ് കനകരാജ് ഈ ഒരു സിനിമ, അതായത് കൂലി, റിലീസ് ചെയ്തിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രജനീകാന്ത് തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എലമെൻ്റായിട്ട് നമുക്ക് തോന്നിയൊരു കാര്യം. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമിർ ഖാൻ, ഉപേന്ദ്ര, നാഗാർജുന, സൗബിൻ, ഇങ്ങനെയൊക്കെയുള്ള വലിയ സ്റ്റാർ കാസ്റ്റിംഗ്. സോ സിനിമയുടെ സ്റ്റാർട്ടിങ് ലെവൽ തൊട്ട് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പ്, പിന്നെ അതിനൊപ്പം തന്നെ ഫാൻ തിയറീസ് ഭയങ്കരമായിട്ട് കൂടി വന്നൊരു സിനിമയായിരുന്നു കൂലി. പക്ഷേ ലോകേഷ് ഫൈനലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ്, രജനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു മൂവിയാണെന്ന്. അതുകൊണ്ട് തന്നെ രജനി ഷോ കാണാം എന്ന് വിചാരിച്ചിട്ടാണ് തിയേറ്ററിലേക്ക് പോയത്. സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പതിവ് ലോകേഷ് ഫ്ലേവേഴ്സ് അവിടെയും ഇവിടെയും ആയിട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്റ്റാർട്ടിങ്. എന്നാൽ കഥയ്ക്ക് എവിടെയെങ്കിലും ഒരു ഗ്രിപ്പ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗ്രിപ്പ് വളരെ കുറവായിരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൈദിയോ വിക്രമോ ലിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മളൊരു പേസിലേക്ക് ഇവർ കയറ്റി വിട്ട് കഴിഞ്ഞാൽ പടത്തിൻ്റെ ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിലേക്ക് കയറി പോകും. ബട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ഇമോഷണൽ ഫീലിങ്സിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് കഥ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നൊരു രീതിയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ ലോകേഷ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് ഞാൻ വഴിയെ പറയാം. പെർഫോമൻസ് വൈസ് രജനീകാന്ത് പുള്ളിക്കാരനെ എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിക്ക് തന്നെ ആയിരിക്കും പുള്ളിക്കാരനെ നമുക്ക് സ്ക്രീനിൽ കിട്ടുന്ന ഒരു പഞ്ചെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ രജനി ഷോ പ്രതീക്ഷിച്ചെടുത്ത് രജനി ഷോ വളരെ കുറവായിരുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ നമ്മൾ ജയിലറിലും കമ്പാരിസൺ അല്ല, ബട്ട് ജയിലറിലൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ആ ഒരു ടൈം കഴിഞ്ഞിട്ട് പുള്ളി റൂമിലേക്ക് കയറിയിട്ട് ഒരു പെർഫ്യൂം അടിച്ചിട്ട് ഒരു ഇറങ്ങി വരക്കം വരുമ്പോഴത്തേക്കുള്ളൊരു BGMൻ്റെ ഒരു അടിയുണ്ട്. ആ ടൈമിൽ ഓഡിയൻസിന് കിട്ടുന്നൊരു പഞ്ച് എന്ന് പറയുന്നത് ചെറിയൊരു ഫീൽ ആയിരുന്നില്ല. പക്ഷേ ഇവിടെ നമ്മുടെ വിക്രമിലേതുപോലെ തന്നെ ഒരു ഇൻട്രോ സ്റ്റാർട്ടിങ്, പിന്നെ ഇവിടെ എന്താ പറയുക, പുള്ളി പേട്ടയിലെ പോലെ തന്നെ ഒരു ഹോസ്റ്റൽ നടത്തുന്നുണ്ട്, കുറേ പരിപാടികൾ കാണിക്കുന്നുണ്ട്. അവിടേക്ക് വരുന്ന കുറച്ച് ഇൻസിഡൻസിൽ പെട്ടെന്ന് പുള്ളിയുടെ ഒരു ഉയർ നൻപൻ, എല്ലാം നൻപൻ പാസമാണ് പടത്തിൻ്റെ മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നൻപനുക്കാകെ കുറച്ച് പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പടത്തിൽ പിടിച്ചിരിക്കുന്നത്. പിന്നീട് സത്യരാജ് വളരെ കുറച്ച് പോർഷൻസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും പുള്ളിയുടെ ഏരിയാസൊക്കെ പക്ഷേ നൈസായിട്ട് വളരെ കുറച്ച് പോർഷൻസേ ഉള്ളൂ, ഭയങ്കര വലിയ സംഭവം എന്നൊന്നും പറയില്ല. അത് പുള്ളിക്കാരൻ വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് സൗബിനാണ്. സൗബിന് നല്ല ഒരു സ്ക്രീൻ സ്പേസ് പടത്തിൽ കൊടുത്തിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ളൊരു സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഒരു ഗംഭീര വില്ലനായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പുള്ളി അത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നാഗാർജുന സ്ക്രീൻ പ്രസൻസിൽ പുള്ളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കും, പക്ഷേ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. ഇങ്ങനെ നല്ലവനാ കെട്ടവനാ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടി വരും. പക്ഷേ കെട്ടവനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി കെട്ടവനല്ല, പക്ഷേ നല്ലവനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലവനല്ല എന്ന് പറയേണ്ട ആ ഒരവസ്ഥയാണ്. പിന്നെ പറയാനുള്ളത് ആമിർ ഖാൻ. ആമിറിനെ ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരുന്നത്. അത് ഞാൻ വഴിയെ പറയാം. ഒപ്പം ഉപേന്ദ്ര ഒരു ക്യാമിയോ ഏരിയയിലാണ് വരുന്നത്. പക്ഷേ ഉപേന്ദ്രയുടെ ഒരു എലിവേഷൻ സീൻ എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പ്രത്യേകിച്ച് എനിക്ക് ഉപ്പയെ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം മേ ബി പുള്ളിക്കാരൻ കയറി വന്നപ്പോൾ തന്നെ ഒരു സ്വാഗ് ഉണ്ടായിരുന്നു. ഈ ആക്ടേഴ്സിനെല്ലാം ഉള്ളൊരു സ്വാഗ് വെച്ച് പുള്ളി, അതായത് ലോകേഷ് നല്ല രീതിക്ക് പണ്ണാൻ അറിയാവുന്ന ഒരാളാണ്. പക്ഷേ എവിടെയൊക്കെയോ ചില പോരായ്മകൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആമിറിനെ കൊണ്ടുവന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഡമ്മി പീസ് ആക്കിയോ എന്ന് തോന്നിപ്പോകുന്നു, ഒരു കോമഡി പീസ് ആക്കിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കഥ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഏരിയ ആണ്. അതായത് നൻപൻ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. ആ കൊല്ലപ്പെടുന്ന സാഹചര്യം ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എത്തുന്ന നമ്മുടെ നായകൻ. പിന്നെ നായകൻ്റെ പാസ്റ്റിലേക്ക് കടക്കാതെ, എന്നാൽ പാസ്റ്റ് അയാൾക്ക് എന്തോ ഉണ്ട് എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരു രീതി. പക്ഷേ ലോകേഷിൻ്റെ മേക്കിംഗ് ആണെങ്കിലും ആ ഒരു സ്റ്റൈല് ഒക്കെ ആണെങ്കിലും നമ്മളെ ബോറടിപ്പിക്കാതെ സംഭവം കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ കഥാപരമായിട്ടുള്ള ഒരു പവർ ഹൗസ് എന്നൊക്കെയുള്ള പാട്ടിൻ്റെ പവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. പക്ഷേ ആ ഒരു പവർ ഫീൽ ചെയ്യിപ്പിച്ചില്ല. ആ കാര്യത്തിൽ നെൽസൺ പൊളിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും, അതായത് സൂപ്പർ സ്റ്റാറിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു സ്വാഗ് ഉണ്ട്. ആ സ്വാഗ് ഇവിടെ പലയിടത്തും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിരുദ്ധ് കിടന്ന് അലങ്കമതിരട്ടുമ്പേ എന്ന് കിടന്ന് നിലവിളിക്കുന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഫീലുകൾ കൊണ്ടുവരാൻ പറ്റിയില്ല.
നേരെ മറിച്ച് വിക്രത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമലിനെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതിയും കഥാപശ്ചാത്തലവും എല്ലാം കൂടെ കൊണ്ടുവന്ന് കയറുമ്പോഴത്തേക്ക് ഓഡിയൻസിന് കിട്ടുന്നൊരു കിക്ക് വേറെ ലെവലായിരുന്നു. ഇതിനകത്ത് ലോകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവെൽ പഞ്ച് വേറെ ലെവലായിരിക്കും എന്നാണ്. പക്ഷേ എനിക്ക് ഇൻ്റർവെൽ പഞ്ച് അത്ര വലിയ ഫീലൊന്നും തോന്നിയില്ല. വിക്രത്തിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഇൻ്റർവെൽ പഞ്ചായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നും ഫീൽ ചെയ്തില്ല. ബട്ട് എന്താണെങ്കിലും ഒരു വൺ ടൈം വാച്ചിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന എന്നാൽ ഒട്ടും ബോറടിപ്പിക്കാത്ത വലിയ ഹൈ മൊമെൻറ്റ്സ് ഒന്നും തരാതെ പോയ ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ശ്രുതിഹാസനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി വലിയ വെറുപ്പിക്കലും ഇല്ല, എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. പിന്നെ പടം പകുതിക്ക് എത്തുമ്പോഴത്തേക്ക് ചെറുതായിട്ട് കൗരവരായോ, പിന്നെ ലിയോയുടെ ഒരു പോഷൻ വന്നോ, അതുപോലെ തന്നെ വിക്രം ഒന്ന് തഴുകി തലോടി പോയില്ലേ എന്നൊക്കെ തോന്നുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് ബിൽഡ് ചെയ്ത് എൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ എൻഡ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്നൊരു സംശയം, ഇതിവിടം കൊണ്ട് തീരുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടിലാണ് എനിക്ക് ആക്ച്വലി പടം തീർന്നത്. ബട്ട് ഇവിടുന്ന് ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ചാൻസ് വെക്കാം എന്ന് തോന്നിയിട്ടുണ്ട്. അത് മേ ബി സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. ഇതില്ലെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എൽ സിയിലേക്ക് കണക്ട് ചെയ്യാം. കഴിഞ്ഞ വട്ടം കേട്ട ഏറ്റവും വലിയ പരാതിയായിരുന്നു എൽ സിയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി കുറേ സാധനങ്ങളെ കുത്തിക്കയറ്റിന്ന്. ഇത്തവണ കുത്തിക്കയറ്റലും പരിപാടികളൊന്നുമില്ല, സ്റ്റാൻഡ് അലോണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സിലേക്കുള്ള പരിപാടികൾ കൊണ്ടുവന്ന് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് തോന്നിയൊരു ഡൗട്ടാണ്, മേ ബി ഇത് ഫ്യൂച്ചറിലേക്ക് എൽ സിയുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കാം എന്ന് തോന്നിയിട്ടുണ്ട്. എനിവേ, ഒരു വൺ ടൈം വാച്ചിന് മാത്രം പറ്റിയ ഒരു തലൈവർ ഷോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ തലൈവർ ഷോ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ വന്നു പോയിട്ടുള്ള ഒരു പടം എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാതെ പോയ ഒരു സിനിമ തന്നെ ആയിരുന്നു കൂലി. എനിവേ, ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3/5 ആണ്. അപ്പോൾ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. പുതിയ വീഡിയോസും റിവ്യൂസും റോസിംഗും ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.